ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതിയും കേരളത്തിലെ ഹൈന്ദവ മത പണ്ഡിതന്മാരും പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങുകയാണ്. ഇത് പുതിയ ചരിത്രം. ഇത് കേരളത്തിന്റെ പ്രതിഷേധങ്ങളുടെ വേറിട്ട മുഖം. രാജ്യത്തിന് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുന്ന ഹൈന്ദവ മതപണ്ഡിതന്മാരുടെയും ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതിയുടെയും വമ്പൻ പ്രതിഷേധം. കോഴിക്കോട്ടെ മുക്കത്തുള്ള ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി ഫെബ്രുവരി 3-നാണ് ഇങ്ങനെയൊരു മഹാ തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നത്. അതായത് പൗരത്വ ഭേദഗതി നിയമം അത് വെറും മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഹൈന്ദവരുടെ പ്രശ്നമാണ്, ക്രൈസ്തവരുടെ പ്രശ്നമാണ്, അങ്ങനെ എല്ലാ മതവിഭാഗക്കാരുടെയും പ്രശ്നമാണ് പൗരത്വ ഭേദഗതി നിയമം. അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത് എന്നാണ് ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി കോഴിക്കോട് മുക്കത്തെ ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ വ്യക്തമാക്കുന്ന മറ്റു ചില കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തന്നെ നമ്മളുടെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഈ രാജ്യത്ത് തുല്യരാണെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു മതത്തോട് മാത്രം വിവേചനം കാണിച്ച് മാറ്റി നിർത്താൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹിന്ദു ധർമ്മം സംരക്ഷിക്കുന്നവരാണ്. അതായത് എന്താണ് ഹൈന്ദവ മതം പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തയ്യാറാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി ഉപവസിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. ഇത് കേരളത്തിലെ BJPക്കും സംഘപരിവാറിനുമുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതിയുടെ പരിപാടിയിൽ ഹൈന്ദവ മതപണ്ഡിതന്മാർ നിരന്നു നിൽക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ഹിന്ദുവിൻ്റെ ധർമ്മം സംരക്ഷിക്കുന്നവർ ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന RSSനും സംഘപരിവാറിനും BJPക്കുമാണ്. കാരണം അവരെന്നും വിളിച്ചു പറയുന്നത് ഞങ്ങളാണ് ഹൈന്ദവന്റെ സംരക്ഷകർ എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഹിന്ദു ധർമ്മം എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് കോഴിക്കോട് മുക്കത്ത് ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി തുറന്നു കാണിക്കാൻ പോകുന്നുള്ളത്. ഈ പ്രതിഷേധം കേരളത്തിൻ്റെ വേറിട്ട പ്രതിഷേധമായി മാറും. കാരണം കേരളത്തിൻ്റെ ഈ വേറിട്ട ശബ്ദം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കപ്പെടും. ബംഗാളിൽ ബംഗാൾ ബ്രാഹ്മിൺ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ, അതായത് ഹൈന്ദവ മത പണ്ഡിതന്മാർ ഇറങ്ങിയതുപോലെ കേരളത്തിന്റെ മണ്ണിലും ഒരു പുതിയ ചരിത്രം കുറിക്കാൻ ഇറങ്ങുകയാണ് ഹിന്ദു സംരക്ഷണ സമിതിയും ഹൈന്ദവ മതപണ്ഡിതന്മാരും. ഇത് പുതിയ ഒരു ഊർജമാണ്, കേരളത്തിന് ലഭിക്കുന്ന പുതിയ ഒരു ആർജവമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിനുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് കേരളത്തിലെ ഈ വേറിട്ട പ്രതിഷേധ മുഖം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.